ഈ സൈഡിൽ നോക്കുന്നവരുണ്ടല്ലോ ഫുള്ള് ഒരു ഗെയിം. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ജബ്ബാർ ട്രാവൽസിൻ്റെ കൂടെയാണ്. ജബ്ബാർ ട്രാവൽസിൻ്റെ ഫ്ലീറ്റിലോട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വോൾവോ 9600 ഫുൾ സ്ലീപ്പർ ബസ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഗ്രാഫിക്സ് ചെയ്ത്, ഏറ്റവും അടിപൊളിയായിട്ട് ഗ്രാഫിക്സ് ചെയ്ത്, ഏറ്റവും ഗ്രാഫിക്സ് അങ്ങനെ എന്താ പറയുക, ഗംഭീര ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ബസ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വന്നത്. നമ്മൾ ബസ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. വീഡിയോക്ക് എൻഗേജ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ വീഡിയോ റീച്ച് ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു സാധനം കമൻറ്റ് ചെയ്യുക കേട്ടോ. ബസ് വീഡിയോ ചെയ്യൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ള വേറൊരു വണ്ടി കണ്ടിട്ടില്ല കേട്ടോ. ഇത് നിങ്ങൾ കണ്ട ഈ വണ്ടിമേൽ ചെയ്ത ഗ്രാഫിക്സ് നിങ്ങളുണ്ടോ? വോൾവോ 9600 ഇത്ര അടിപൊളിയാക്കിയിട്ട് ഗ്രാഫിക്സ് ചെയ്ത്. ചില ആൾക്കാർക്ക് ഇത് കാണുന്നതിനെ കൂടെ ഇഷ്ടപ്പെടില്ല, പക്ഷേ ഈ ഒരു കാറുകൾ, ഫ്ലൈറ്റ്, ഫൈറ്റർ ജെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലുണ്ടല്ലോ ഈ വണ്ടി എന്തായാലും ഇഷ്ടപ്പെടും. ആജാദി ഗ്രാഫിക്സ് ആണ് ടൈം ചെയ്തിരിക്കുന്നത്. കുറേ സൂപ്പർ കാറുകളുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്, കുറേ ഫെറാറി, മക്ലാരൻ്റെ ഒക്കെ ഫോട്ടോസ് കുറേ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു ജെറ്റ്, ഒരു ഫൈറ്റർ ജെറ്റല്ല, ഒരു ആർമി പ്ലെയിന്, ആ ഒരു മിലിറ്ററി ജെറ്റിൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ അവിടെ ഫ്രണ്ട് കൊടുത്തിരിക്കുന്നത്. വണ്ടി ഒരു രക്ഷയിലുള്ളത് കാണാൻ. അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ജബ്ബാർ ട്രാവൽസ് ഇതാണ് വേറെ ബുക്കിംഗ് വെബ്സൈറ്റ് വരുന്നത്. പിന്നെ 9600 ബിസിനസ് ക്ലാസ് AC സ്ലീപ്പർ വോൾവോൻ്റെ 15 മീറ്റർ വണ്ടി. അതിൽ എന്താ പറയുക, ഫ്രണ്ടിലൊരു ഷിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കിഡിലും ഗ്രാഫിക്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ വണ്ടിൻ്റെ ഗ്രാഫിക്സ്. ഈ ഗ്രാഫിക്സ് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ. വണ്ടി ഒരേ ലുക്ക് സാധനം. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ച് നല്ലോണം കാണാൻ പറ്റും. വാവ്, സൂപ്പർ സാധനം കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഒരു ഫൈറ്റർ ജെറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഫൈറ്റർ ജെറ്റ് ഒരു ആർമിക്കാരനും ഇന്ത്യസ് വെരി ഓൺ ട്രസ്റ്റഡ് ആൻഡ് റിലയബിൾ ട്രാവൽ പാർട്ട്ണർ എന്നൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇന്ത്യൻ്റെ ഒരു ഇത് സംഭവം കൊടുത്ത് ചെയ്തൊരു പരിപാടിയാണിത്. എന്തായാലും വണ്ടി എന്തായാലും കൊള്ളാം. ബാക്കിലൊക്കെ ബ്ലാക്ക് കളർ തീമാട്ടോ, ഫുള്ള് ബ്ലാക്കിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് വണ്ടി വേറെ തന്നെ ലുക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല, സൂപ്പറായി. വണ്ടി ഒന്നുകൂടി പകൽ വെളിച്ചത്ത് കാണാൻ വേറെ തന്നെ ഒരു ഫീൽ ആക്കിട്ടോ. ഫ്രണ്ടിൽ തന്നെ ജബ്ബാർ ട്രാവൽസിൻ്റെ ജബ്ബാർ എഴുതിയിട്ടുള്ള ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കാണാം, അവരുടെ ബ്രാൻഡിങ് കാണാം. പക്ഷേ അതങ്ങോട്ട് വ്യക്തമായിട്ട് കാണണമെങ്കിൽ അവർ റൂട്ട് ബോർഡ് ഓഫ് ആക്കണം കേട്ടോ, എന്നാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും വണ്ടിൻ്റെ സൈഡ് വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറച്ചുകൂടി പകൽ വെളിച്ചത്തിൽ ബാക്കി കാണിച്ചു. ഈ സൈഡിൽ നിന്ന് നമ്മൾ വണ്ടി നോക്കുന്ന നേരം നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് അപ്പുറ സൈഡും ഇപ്പുറ സൈഡും സെയിം ഗ്രാഫിക്സ് തന്നെയാണ് കേട്ടോ. ഒരു ഗെയിം തീമിലുള്ള ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു BGMI ഗെയിമൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സംഭവം എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങളൊരു കമൻറ്റിൽ പറയട്ടോ. നമ്മളങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. നല്ല കിടിലൻ ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ. വോൾവോൻ്റെ ടിപ്പിക്കൽ, അതായത് വോൾവോൻ്റെ OG ഇൻറ്റീരിയറുള്ള ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഒരുപാട് നാളായി. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു ബസ്സിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. വോൾവോൻ്റെ OG ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് വോൾവോൻ്റെ 42 ബെർത്ത്, അതായത് 15 മീറ്റർ ലെങ്ത് ഉള്ള, ഇന്ത്യയിൽ നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും ലെങ്ത് കൂടിയ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് 42 ബെർത്തുകളാണ്, 2 ഡെക്കായിട്ട് 2 സൈഡിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ ഡബിൾ ബെർത്ത്, ഈ സൈഡിൽ സിംഗിൾ ബെർത്ത് ഒക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വോൾവോൻ്റെ ഫസ്റ്റ് വോൾവോ 9600 വന്ന ആ ഒരു സമയത്ത് വന്ന സെയിം കർട്ടണും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ വന്നത്. ഇതേപോലെ OG ഇൻറ്റീരിയർ കീപ്പ് ചെയ്യുന്ന വണ്ടികൾ ഇപ്പോൾ കുറവാണ് കേട്ടോ. നമ്മൾ കേരളത്തിലോട്ടൊക്കെ ആണെങ്കിൽ പുഞ്ചിരിയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ നമുക്ക് ബെർത്തിൽ കാണിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കുഷ്യനുള്ള ബെഡാണ്. പിന്നെ ഇതിൽ പില്ലോ, ഇങ്ങനെ എക്സ്ട്രാ പില്ലോ വരുന്നത്, വലിയ പില്ലോ വരുന്നത്, അതിന് പില്ലോ കവറും കൊടുത്തിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ചില ടീം ഇതാ ഈ ഒരു ബ്ലാക്ക് സാധനം മാത്രം കൊടുക്കും, പക്ഷെ അതല്ലാതെ ഇവർ ഇതിനൊരു പില്ലോ കവർ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു റെഗുലറായിട്ട് വാഷ് ചെയ്യും. പിന്നെ വൈറ്റ് ബെഡ്ഷീറ്റ് ആകുന്ന സമയത്ത് അത് റെഗുലറായിട്ട് വാഷ് ചെയ്യട്ടോ. കാരണം വൈറ്റ് ബെഡ്ഷീറ്റ് നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേട് വരും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇത് വൈറ്റ് തന്നെ കൊടുത്ത് നല്ലൊരു കാര്യം. കാരണം ഇത് വാഷ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാ പാസഞ്ചേഴ്സിനും ഉറപ്പ് വരുത്താൻ പറ്റും. പിന്നെ നല്ല സൂപ്പർ ബ്ലാങ്കറ്റ് കേട്ടോ, നല്ല സോഫ്റ്റ്നെസ് ഉള്ള ബ്ലാങ്കറ്റാണ്. നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ടൈപ്പ് ബ്ലാങ്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പുതിയ വണ്ടിയാണ്. ഇത് 2ാമത്തെ ട്രിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ.
വണ്ടി നല്ല കിടിലനായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പല കളറിലെ ബെഡ്ഷീറ്റുകൾ ബ്ലാങ്കറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ബ്ലാങ്കറ്റ് ആരും സാധാരണ കൊടുക്കാറില്ല കേട്ടോ. പല ആൾക്കാരും മറ്റു ടൈപ്പ് ബ്ലാങ്കറ്റുകളാണ് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ ഇവർ ഈ ഒരു ടൈപ്പ് ബ്ലാങ്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചൊന്നും കാണാൻ വലിയ രസം ഉണ്ടാവില്ല, പക്ഷേ ഇത് യൂസ് ചെയ്യാൻ നല്ല സുഖമായിരിക്കും. നല്ല തണുപ്പുള്ള ക്യാബിനിൽ ഈ സാധനം അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല സുഖമായിരിക്കും ഈ ബ്ലാങ്കറ്റ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ലഗേജ് റാക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മീഡിയം കർട്ടനും കൊടുത്തിട്ടുണ്ടോ, അത് നല്ലൊരു കാര്യം കേട്ടോ. മീഡിയം കർട്ടൻ അറിയാത്തവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ മീഡിയം കർട്ടൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാണില്ല, ഒരു പ്രൈവസി ആണത്. പിന്നെ ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ചാർജിങ് പോർട്ടുകൾ. ചാർജിങ്ങിന് നമുക്ക് PD ചാർജർ ഉണ്ട്, പവർ ഡെലിവറി ചാർജറും ഫുൾ സൈസ് 3.0 ക്വിക്ക് ചാർജ് 3.0 ആ ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ. ഏറ്റവും ബാക്കിൽ ഞാൻ നല്ല ഹൈറ്റിലാണ് കയറിയിരിക്കുന്നത്. ഞാൻ എത്ര ഹൈറ്റിലാണുള്ളത് ഞാൻ കാണിച്ചു കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം ഇതിൻ്റെ ബാക്കിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. വണ്ടി ഏകദേശം 5 മീറ്റർ ഹൈറ്റാണ് കേട്ടോ ഉള്ളത്. എൻജിൻ റൂമിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിൻ്റെ എൻജിൻ നോയ്സ് BS6 മോഡലിൻ്റെ എൻജിൻ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ കുറച്ച് നോയ്സ് ഉണ്ട്, എന്നാലും നല്ല രസമാണ്. ഈ നോയ്സൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലാത്തവരാണെങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ വണ്ടി ഒരു രക്ഷ ഉണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും അതായത് നമുക്ക് സ്ലീപ്പറിൽ കംഫർട്ട് തരുന്ന ഒരു ബോഡിയാണ് കേട്ടോ വോൾവോൻ്റെ ഈ ഷെല്ലിൽ വരുന്നത് 9600. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനുണ്ടാവുക. പിന്നെ ഇതിൻ്റെ സസ്പെൻഷന് പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നില്ലല്ലോ, അതും സൂപ്പറായിരിക്കും. ഇവിടെ സിംഗിൾ ബെർത്ത് കാണിക്കുകയാണെങ്കിൽ സിംഗിൾ ബെർത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ സീറ്റ് U5 SU5 അങ്ങനെയാണ് സീറ്റ് മാർക്കിങ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ സീറ്റ് ഇതാണ്. നല്ല ലെങ്ത്, അതായത് നല്ല വൈഡായിട്ടുള്ള ബെർത്തുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ലോവർ ബെർത്ത് ഇതായി ഇങ്ങനെയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ പുറത്തോട്ടേക്ക്. ഇതിൻ്റെ പുറം ഭാഗം നിങ്ങൾ കണ്ടില്ലേ, അതൊരു സൂപ്പർ സാധനം തന്നെയാണ് കേട്ടോ. ഇതേപോലെ ഒരു വണ്ടി വേറെ ഇല്ല, എത്രയും ഗ്രാഫിക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഡ്രൈവർ ക്യാബിനിലോട്ട് പോകാം. അപ്പം ഞാൻ ഡ്രൈവർ ക്യാബിനിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഡ്രൈവർ താജ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ബൈജി ആപ്ക കിധർ സെ രഹനെ വാല ഹൈ? കിധർ കാ? ഹൈദരാബാദ്. അപ്പോൾ ആള് ഹൈദരാബാദിലുള്ള ആളാണ് കേട്ടോ. താജ് എന്നാണ് പുള്ളിൻ്റെ പേര്. ഇവര് വണ്ടി ഇത് സൂപ്പറാണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മളെ സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു. സെക്കൻഡ് ട്രിപ്പ്. വണ്ടിൻ്റെ മീറ്ററൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം വോൾവോ BS6 9600 ടിപ്പിക്കൽ ഇൻറ്റീരിയേഴ്സാണ് വന്നത്. വോൾവോൻ്റെ ക്യൂട്ടായിട്ടുള്ള ലോഗോ അവിടെ കാണാം. പ്രീമിയം ഫീലാണ് കേട്ടോ ഈ വണ്ടി ഓടിക്കാൻ വെച്ചാൽ. പ്രീമിയം ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് നിങ്ങൾക്ക് ആ സ്റ്റിയറിംഗ് വീലൊക്കെ കാണുന്നവരറിയാം, ഒരു ലക്ഷറി വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ വോൾവോൻ്റെ ലോഗോ, പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണാം 1951 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഈ സൈഡിലുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റിങ്, എക്സ്റ്റീരിയർ ലൈറ്റിങ്, ക്യാമറ, അങ്ങനത്തെ കൺട്രോളുകൾ സ്വിച്ചുകളാണ്. ഇതിൻ്റെ ഒരു ക്യാമറ, പുറത്തുള്ള ക്യാമറകളുടെ വ്യൂ ആണ് കേട്ടോ. ഇൻസൈഡ് വ്യൂ ഉണ്ട്, ഔട്ട് സൈഡ് വ്യൂ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് ബീം അഡ്ജസ്റ്റ് ചെയ്യുന്ന, ബീം കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാൻ എല്ലാം പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ഇതിൻ്റെ ഫയറിൻ്റെ സിസ്റ്റമാണ് ഈ താഴെ കാണുന്നത്. അത്രയും സേഫ്റ്റിയാണ്. എൻജിൻ ഫയർ ആയാലും എന്ത് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ സെക്കൻഡ് ഡ്രൈവറോട് വന്നിട്ടുണ്ട്. ബൈജിൻ്റെ പേര് നവീൻ എന്നാണ്. ബൈജി आप किधर के रहने वाले हैं? हैदराबाद. दोनों हैदराबाद. जब्बार ट्रैवल्स में कितना साल काम कर रहे हैं? 15 years. जब्बार में. ओ हमारे जब्बार ट्रैवल्स एक्सपीरियंस ड्राइवर्स ആണ്. आप कितना साल हो गया? फर्स्ट ईयर. दूसरा कंपनी में किया. లైట్ పడినప్పుడు
സീറ്റിനുള്ളിൽ കയറിയിരുന്നാണ് കേട്ടോ. കാരണം പിക്കപ്പൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാർത്താഹള്ളി ഒരു റിംഗ് റോഡ് സൈഡിൽ നിന്നാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഹൈദരാബാദ് റൂട്ടായത് കൊണ്ട് നമ്മൾ മടിവാള ആ ഭാഗത്തോടൊക്കെ അല്ല പോവുക, നമ്മൾ മാർത്താഹള്ളി വഴി എയർപോർട്ട് റോഡ് കയറിയിട്ടാണ് കേട്ടോ പോവുക. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സിംഗിൾ ബെർത്ത് സീറ്റുകളിലൊക്കെ 2 AC വെൻറ്റുകൾ, സാധാ എല്ലാ പോലുള്ള പോലെ 2 AC വെൻറ്റുകൾ, പിന്നെ ഒരു റീഡിങ് ലാമ്പ് ഉണ്ട്, ഇവിടെ ഒരു ബെർത്ത് ലാമ്പ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി റിംഗ് റോഡ് വന്ന് ഹെബ്ബാളിൽ മെയിൻ റോഡിൽ കയറിയിട്ടോ. ഇതാണ് നമുക്ക് പോകേണ്ട ഹൈദരാബാദ് റോഡ്. ഇനി നമുക്ക് ക്യാബിലോട്ട് പോകാം. ಹೆಂಗಲ್ಲ ఎస్యూటీనా కానీ సార్ అది ఎవరు ట్రై చేస్తున్నారు విద్య మీరేనా ఓకే ఓకే మీకు చేసే డిస్కౌంట్ అదే రోజు అదేం చూస్తే చేస్తాను. വണ്ടി നല്ല വെളിച്ചത് നിൽക്കുന്ന നല്ല രസമുണ്ടോ. ഇങ്ങനെയാണ് ഇപ്പം കേട്ടോ വണ്ടി കാണുന്നത്. നമ്മളിപ്പോൾ എയർപോർട്ട് ടോണിൻ്റെ അടുത്താണ് കേട്ടോ. ഹൈദരാബാദ് വണ്ടികളൊക്കെ ഒരുപാട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കാണാനും ഇവിടെ ചെറിയൊരു ടോയ്ലറ്റ് ബ്രേക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. നമുക്ക് ഒരു ഡിന്നർ ബ്രേക്ക് ഒക്കെ വരാണ്ട് കേട്ടോ. വണ്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഒരു ചിത്രമാണ് കേട്ടോ ഒരു കൊടുത്തിരിക്കുന്നത്. അതിൽ ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. സംഗതി എന്തായാലും നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഓണേഴ്സിൻ്റെ പേരാണ് കേട്ടോ ഈ ഷക്കീൽ ജമീൽ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഓണേഴ്സാണ്, ഓരോ പേരാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ സൈഡിലോടൊക്കെ നിന്ന് നോക്കുന്നേരം ഈ സൈഡിലത്തെ ബോർഡിൻ്റെ ഒരു ഗ്രാഫിക്സ് കാണാൻ വേറെ തന്നെ വൈബാണ് കേട്ടോ. എന്നാലും വണ്ടി നല്ല രസമുണ്ട്. वॉशरूम ब्रेक सर, टॉयलेट ब्रेक, 5 मिनट बाथरूम के लिए गाड़ी रुक रहा है सर, जाने वाले जाके आइए. 5 నిమిషాలు టాయిలెట్ బ్రేక్ ఆగుతుందండి. బండి వెళ్ళే వాళ్ళు వెళ్ళి రావచ్చు. അപ്പം ഡിന്നർ ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചായയൊക്കെ വാങ്ങിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു.
120 ही चाहिए ना बोले तो डिस्प्ले 120 का रहता। नेक्स्ट गाड़ी आए तो नागपुर डाल रहे हैं, बेंगलुरु नागपुर डाल रहे हैं। आज तुम ये गाड़ी यहाँ पे 4 दिन ही छू, नेक्स्ट महीने में मैं क्या ना ये दिख रहा नहीं तो प्रमुख में चला रहा सो सेठ हमारा रोड पे फिरते रहता, जब जब 100 गाड़ियों पे कौन सी गाड़ी चलाया बोलता सूरत देख के। ऐसा कहीं होता, अब इम्तियाज को क्या इज्जत नहीं है। मेरे साइड में रहे तो फिर आया नहीं, कल फूला गिला सेरा पिना के फोटो। पूरे के पूरे आए, लोग आए, इम्तियाज भी आया, तो फोटो उतरे, सेरा लगाने गाड़ी को, पटाखे फोड़े, मिठाई बांटे, तो धूमधाम करे कल मेरी गाड़ी को। सेरा पिनाए, फुल सेरा डाले गाड़ी को, 10 के पटाखे फोड़े, सबको मिठाई बांटे, हमारे को बिरयानी खिलाए ड्राइवरों को। खाली हमारे को खिलाए, दूसरों को खिलाए नहीं मालूम। उसके बाप है इधर बेंगलुरु में, असलम बोल के, जावेद बोल के। जाता ना घर कैकुलिया लाकड़ी का कुल दाढ़ी वाला नवीन बोल के छोटा नहीं सर, हम 2-3 हाँ नागौर राममूर्ति नगर बाईपास सेम लकड़ी का पुल ड्राइविंग भी सेम। आराम से हमारे मेरी गाड़ी को भी इसमें मांगू सही है। लगेज पार्सल आ रहा है तो आवाज नहीं करते, वो अपने खुला के 1 रुपये देने का नहीं है, 2 तरफ। छोटे मोटे अंधे तो क्या तो से अति बड़े से क्या तो फूला गिला मिले तो बात कर लो बोल रहा मेरे को। अति बड़े से नहीं इधर है ना, शामोली गाड़ी में जाता ना रेगुलर।
गाड़ी है हाँ 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 पैपली गाँव हाँ वो स्पीड ब्रेकर पार होते हैं तेरे टमाटा के लेफ्ट साइड में मार्केट है लेफ्ट साइड में राइट साइड में हाँ हाँ अरे वो मार्केट के गाड़ियाँ में आवाज़ आने क्या कैसे हो गए धड़ 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 गल 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 अब उसको इधर बुलाए तो वो मुंबई लेके हाँ हाँ फोन कर रहे हो अपोजिट गाड़ी वाले पार्किंग बहुत अच्छी है पार्किंग वाइन लगा लो हम पंप में लगा लो पंप वाला फोटा पूरा बोलता सोके कर्नूल की पेपर की इतना होता अपना कब रहता बोलो बोलो खा नींद है तो क्या भाई सही का गाड़ी का लॉन्ग रूट हो 10-15 दिन में करते बोले नहीं तो सेकंड गाड़ी आते ना वो गाड़ी
के टोल के करीब में हूँ मैं 10 किलो होटल से 11:45 को निकला ठीक है बंदो ज्यादा ओवर स्पीड है बोल के तो ज्यादा जा रहा है പറന്ന് വന്നിട്ട് ഇവന്മാർ ഇതിന്
12:30 ഞാനങ്ങനെ കർണൂലെത്തുന്നതിൻ്റെ ഒരു 100 കിലോമീറ്റർ മുമ്പ് ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ. നല്ല സുഖമുണ്ട് ഈ പുതപ്പൊക്കെ പൊതിച്ചിട്ട് കിടക്കാൻ സൂപ്പറാണ്. ഞാൻ അത്യാവശ്യം 6 അടിൻ്റെ മുകളിൽ ഹൈറ്റ് ഉണ്ട്. എൻ്റെ കാല് ഇവിടെ തട്ടുന്നേ ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല, ഒന്ന് ചെരിഞ്ഞ് കിടന്നാലൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് തന്നെ കിടക്കാം. അല്ലെങ്കിൽ നല്ലോണം കിടക്കാം കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നേരെ കിടക്കുകയാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. AC നല്ല പവറാണ് കേട്ടോ, നല്ല കാറ്റുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ज़्यादा क्या तो दूसरे खर्च शमशाबाद उतरना राजो सर, शमशाबाद आरामगढ़. రైట్ సైడ్కి పోతే వాడు ఒక ఆయన ఉంటాడా రానే వద్దు. మరి ఇప్పుడు బండిని క్రాస్ చేయాలంటే కెమెరా లేని కాడ చూసుకొని క్యాచ్ చేసుకోవాలి. మొత్తం లెఫ్ట్ హరి సెంటరు బస్సు, రైట్కు కార్లు, 2 వీలర్స్ ఆటోలు అవేం
ఓన్లీ సింగిల్ గానే అది ఓన్లీ సింగిల్ గానేనా? లేదు, డే టైంలో ఫుల్ ట్రాఫిక్ అయినప్పుడు ఇటు వన్ సైడ్ ఊరుతాం. రావట్లేదు కదా, అట్లా అట్లా వదిలే వాడే వ్యాపారం దిగుతాడు. యాక్టివ్ వ్యాపారం దిగాలని చెప్పాడు, చెప్పినా మైక్లో కూడా రావాలి కదా. സമയം ഏറൊക്കെ ആയപ്പോൾ നമ്മൾ ഡ്രോപ്പിംഗ് കഴിയാനായിട്ടോ. വണ്ടി 8 മണിൻ്റെ മുമ്പ് വരുന്നത് കൊണ്ട് സിറ്റിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റും കേട്ടോ. 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സിറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. നമ്മളെ ഹൈദരാബാദ് പല വീഡിയോയിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെ ആരംഗറിലും രാജേന്ദ്രനഗറിലൊക്കെ വെച്ച് ട്രിപ്പ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡ്രോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി പാർക്കിങ്ങിൽ വന്നതാണ് കേട്ടോ. ഞാൻ പകൽ വെളിച്ചത്തിൽ ഈ വണ്ടി ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവിടെ കുറച്ച് വെളിച്ചം കുറവാണ് ഈ മരത്തിൻ്റെ ഒക്കെ ചോട്ടിലായതുകൊണ്ട്. വണ്ടി വേറെ ലെവൽ തന്നെ, നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സർവീസായി മാറിയിട്ടുണ്ട്. നല്ല ടൈമിംഗ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഓൺ ടൈം ആണ് കേട്ടോ വണ്ടി ഓടിയത്. വണ്ടി പകൽ വെളിച്ചത്തിൽ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഈ ഒരു ഗ്രാഫിക്സ് രാത്രിയെക്കാട്ടിലും രസം പകലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വണ്ടി കൊള്ളാം, എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഇവർക്ക് ഇനി ഒരു 8 ബസ്സും കൂടി ജബ്ബാർ ട്രാവൽസിന് ഇനി വരാനുണ്ട് കേട്ടോ. ഇപ്പോൾ ആകെ 2 ബസ് മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. അടുത്ത മാസം 4 ബസ്സിൻ്റെ ഡെലിവറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുംബൈ റൂട്ടിലൊക്കെ ഓടാൻ വേണ്ടിയിട്ട്. എല്ലാവരും കണ്ടോ വരുന്ന ഫോട്ടോ എടുക്കുക. ഇതന്നെ ആയിരുന്നു ഇന്നലെ രാത്രിയൊക്കെ തന്നെ അതിന് സ്ഥിതി. ഫോട്ടോ വീഡിയോ അതന്നെ മെയിൻ സംഭവം. വണ്ടി തിരിക്കാട്ടോ. ആകെ ഈ ഒരു വണ്ടിയുടെ ലെങ്ത് ആയ 15 മീറ്റർ ആണ് ഇവിടെ ഉള്ളത്. കുറച്ചൊരു സ്പെയർ ഉണ്ടാവും, ഒരു 2 മീറ്റർ കൂടി അധികം ഉണ്ടാവും. പക്ഷേ ഈ സ്ഥലത്ത് നിന്ന് ഈ വണ്ടി തിരിഞ്ഞു വിട്ടിട്ടോ. അതാണ് ഈ ബാക്കിലുള്ള ഈ ടാഗ് ആക്സിൽ ഉണ്ടല്ലോ, ഏറ്റവും ബാക്കത്തെ ഈ ഡബിൾ വീലിൻ്റെ ബാക്കിലുള്ള ആ വീല് തിരിയുന്നത് കൊണ്ട് ഇതിന് വളരെ കുറച്ച് സ്ഥലമാണ് കേട്ടോ ഈ സാധനം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ പ്രാവശ്യം മാത്രം ഇങ്ങോട്ട് എടുത്ത് റിവേഴ്സ് എടുത്ത് ആ ഒരു വണ്ടി തിരിക്കാൻ ഇതിൻ്റെ 4 ഇരട്ടി പണി ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ 1.5 മീറ്റർ ലെങ്ത് കുറവുള്ള വണ്ടി. പക്ഷേ ഈ ഒരു ടാഗ് ആക്സിലിന് ഉപകാരം അതാണ് കേട്ടോ. വണ്ടി വേറെ ലെവൽ തന്നെ പകൽ വെളിച്ചത്തിൽ. ഇവിടെ പല സിറ്റികളിലോട്ടുള്ള വണ്ടികളുണ്ട് കേട്ടോ. ഇതൊക്കെ ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന വണ്ടികളാണ് കേട്ടോ. ബാംഗ്ലൂർ ചെന്നൈ റൂട്ടിൽ പോകുന്ന വണ്ടികളാണ്. ആ സൈഡിൽ കാണുന്ന ഫുള്ള് നാഗ്പൂർ വണ്ടികളാണ് കേട്ടോ. ഇവിടെയുള്ള ഈ 2 9600 ഈ രാജേഷും ജബ്ബാറും ഇത് രണ്ടും ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്ന വണ്ടി. അതിൻ്റെ വേക്കിൽ നാഷണൽ ട്രാവൽസ് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ. അതിൻ്റെ വേക്കിലുള്ളത് നാഗ്പൂർ വണ്ടികളാണ് കേട്ടോ. നാഗ്പൂർ മുംബൈ റൂട്ടിലൊക്കെ ഓടുന്ന വണ്ടികളാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രം ഹൈദരാബാദ്.